നമസ്കാരം. സൈലം എൻട്രൻസ് ഇൻഫോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല എൻട്രൻസ് പരീക്ഷകൾ, പല തീയതികൾ, ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്, ഏത് തീയതിയിലാണ് നടക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ കുട്ടികൾ പലപ്പോഴും കാണുമ്പോൾ ചോദിക്കുകയാണ്, ഇതൊരു കലണ്ടർ ഉണ്ടാക്കി തരുമോ സാർ? അതായത് ഏത് എൻട്രൻസ് ആണ് ആദ്യം വരുന്നത്, പിന്നീട് ഏതാണ് വരുന്നത്, വിവിധ എൻട്രൻസിന്റെ ഡേറ്റ് എന്താണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഇനി അപ്കമിംഗ് ആയിട്ടുള്ള എല്ലാ എൻട്രൻസ് എക്സാംസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിന്റെ ഡേറ്റും കാണാം. അപ്പൊ അത് എന്ത് കോഴ്സുകളാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ നമുക്ക് പോയാലോ. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നീറ്റ് എക്സാമിനേഷൻ ആണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നത് മെയ് 3-ാം തീയതിയാണ്. അതിൽ വരുന്ന കോഴ്സുകൾ മെഡിക്കൽ ആൻഡ് അലൈഡ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞാണ്. MBBS, BDS, ആയുർവേദ, ഹോമിയോ, അതേപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ അഗ്രികൾച്ചർ, പല വീഡിയോസിൽ നമ്മൾ ചെയ്തതാണ്. അപ്പൊ സിദ്ധ, യുനാനി, അങ്ങനെയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, MBBS, BDS കോഴ്സുകളുമാണ് പ്രധാനമായിട്ടും നീറ്റിൽ വരുന്നത്. രണ്ടാമതായിട്ട് വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് JEE അഡ്വാൻസ്ഡ് ആണ്. നമുക്കറിയാം JEEന്റെ മെയിൻ പരീക്ഷ, മെയിൻ പരീക്ഷയുടെ ലെവൽ 1, ലെവൽ 2 അല്ലെങ്കിൽ സെഷൻ 1, സെഷൻ 2 അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് JEE അഡ്വാൻസ്ഡ് പരീക്ഷയാണ്. അത് നടക്കുന്നത് മെയ് 17-ാം തീയതിയാണ്. BTech ആണ്, പ്രധാനമായിട്ടും BTech കോഴ്സുകളിലേക്കാണ്, IIT-കളിലെ, അതേപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് IIT-കളിലേക്കുള്ള BTech കോഴ്സുകളിലേക്കാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി മൂന്നാമത്തെ എക്സാം ആണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. 300-ലധികം വിവിധ യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രവേശന പരീക്ഷ CUET, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. മെയ് 11 മുതൽ 31 വരെയാണ് നടക്കുന്നത്. പ്രധാനമായും BA കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളാണ്. BA, BSc, അതേപോലെ ഇന്റഗ്രേറ്റഡ് MA, MSc, പിന്നെ അഗ്രികൾച്ചർ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ, BSc അഗ്രികൾച്ചർ. ഇങ്ങനെയുള്ള കോഴ്സുകളാണ് CUETന്റെ അണ്ടറിൽ വരുന്നത്. അതിന്റെ പരീക്ഷകൾ നടക്കുന്നത് മെയ് 11 മുതൽ 31 വരെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഐസർ അല്ലെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ ഐസറിന്റെ വളരെ പ്രധാനപ്പെട്ട BSMS കോഴ്സുകൾ, അതായത് ഡിഗ്രി തന്നെയാണ്, ഇന്റഗ്രേറ്റഡ് PG ഉണ്ട്. BSMS കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത് ജൂൺ 7-ാം തീയതിയാണ്. ജൂൺ 7-നാണ്. ജൂൺ 6-ന് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയുണ്ട്, നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ്, നെസ്റ്റ്. അതായത് നൈസർ ഭുവനേശ്വർ, അതേപോലെ മുംബൈ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി നടത്തുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പസുകളിൽ നടത്തുന്ന ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളിലേക്ക്, റിസർച്ച് ഫീൽഡിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ് ഇന്റഗ്രേറ്റഡ് MSc കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ പറ്റുന്ന നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ്, നെസ്റ്റ് പരീക്ഷ നടക്കുന്നത് ജൂൺ 6-ാം തീയതിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ BTech വിവിധ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ നടക്കുന്നത് മെയ് 9 മുതൽ 11 വരെയാണ്. ഇത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുമ്പോഴാണ് വിവിധ ദിവസങ്ങൾ നടക്കുന്നത്, പല സ്ലോട്ടുകളായിട്ട് കൊടുത്തിട്ട് വിവിധ ദിവസങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. കുസാറ്റ് മെയ് 9 മുതൽ 11 വരെ നടക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെക്കൻഡ് സെഷൻ പരീക്ഷകൾ മെയ് 24 മുതൽ 26 വരെ നടക്കുന്നു. പിലാനി, അതേപോലെ തന്നെ ഗോവ, ഇവിടേക്കുള്ള മികച്ച ക്യാമ്പസുകൾ, മികച്ച പ്ലേസ്മെന്റുള്ള ക്യാമ്പസുകളിലേക്കുള്ള BTech കോഴ്സിനാണ് പ്രധാനമായിട്ടും ബിറ്റ്സാറ്റ് പരീക്ഷ നടക്കുന്നതിന്റെ സെക്കൻഡ് സെഷൻ പരീക്ഷയാണ് മെയ് 24 മുതൽ 26 വരെ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ ഡീംഡ് യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലുള്ള വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT-യിലേക്കുള്ള പ്രവേശന പരീക്ഷ ഏപ്രിൽ 26 മുതൽ മെയ് 3 വരെ വിവിധ ഘട്ടങ്ങളായിട്ട് നടക്കുന്നു. BTech, പ്രധാനമായിട്ടും BTech-ലേക്കാണ് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഗ്യാതി കൂടി VIT-ക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് VIT. അതേപോലെ തന്നെ കർണാടകത്തിലെ മണിപ്പാൽ, അപ്പൊ അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഡീംഡ് സെഷനിൽപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകൾ, പ്രധാനമായിട്ടും BTech കോഴ്സുകളാണ് എൻട്രൻസ് പരീക്ഷകൾ മെയ് 23, 24 തീയതികളിലായിട്ട് നടക്കുന്നു. അതേപോലെ തന്നെ അമൃത, സ്വകാര്യ മേഖല ഡീംഡ് യൂണിവേഴ്സിറ്റിയായ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ അമൃതന്റെ എൻട്രൻസ് പരീക്ഷകളുടെ സെക്കൻഡ് സെഷൻ ഏപ്രിൽ 24 മുതൽ 30 വരെ നടക്കുകയാണ്. പ്രധാനമായിട്ടും BTech കോഴ്സുകളിലേക്കാണ് പ്രവേശനം നൽകുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടായ SRM JEE യൂണിവേഴ്സിറ്റി, SRM JEEയുടെ എൻട്രൻസ് പരീക്ഷ ഏപ്രിൽ 24 മുതൽ 27 വരെ നടക്കുന്നു. അവിടെയും പ്രധാനമായിട്ടും BTech തന്നെയാണ്. പിന്നെ വരുന്നത് IPMAT, മാനേജ്മെന്റ് പ്രവേശനത്തിന് കുട്ടികൾ എഴുതുന്ന ഏറ്റവും മികച്ച ഒരു പ്രവേശന പരീക്ഷ IPMAT. ഇൻഡോറിലൊക്കെയുള്ള ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്ന IPMAT പരീക്ഷ പ്രധാനമായിട്ടും BBA MBA കോഴ്സുകളിലേക്കാണ്. അത് ജൂലൈ 2-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. പിന്നെ ചെന്നൈ മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഫേമസ് ആണ്. സ്റ്റാറ്റിയിൽ, അതേപോലെ മാത്തമെറ്റിക്സിലൊക്കെ തുടർ പഠനത്തിന് ഏറ്റവും മികച്ച, അതായത് കണക്കില് മാത്തമെറ്റിക്സിൽ നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ നൽകുന്ന ഒരു ക്യാമ്പസ് ആണ് ചെന്നൈ മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുത്തെ പരീക്ഷകൾ നടക്കുന്നത് മെയ് 2-ാം തീയതിയാണ്. പ്രധാനമായിട്ട് BSc MSc മാത്സും സ്റ്റാറ്റിയാണ് പ്രധാനം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് കൂടിയുണ്ട് അവിടുത്തെ കോഴ്സുകൾ വരുന്നത്.
പിന്നെ മർച്ചന്റ് നേവിയിലേക്കും മെറൈനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളിലേക്ക് പോകാൻ സഹായിക്കുന്ന IMU-CET, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് മെയ് 24 നടക്കുന്നു. പ്രധാനമായിട്ടും BSc നോട്ടിക്കൽ സയൻസ്, BTech മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകളാണ്. കപ്പലുമായിട്ട് ബന്ധപ്പെട്ട മെറൈനുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ കിട്ടുന്ന നല്ല അവസരങ്ങൾ നൽകുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ് IMU-CET പരീക്ഷ. പിന്നെ നമ്മുടെ ആർക്കിടെക്ചർ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ, നാറ്റ എന്നുള്ള പ്രവേശന പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പൊ കേരളത്തിലെ ആർക്കിടെക്ചറിന് അപേക്ഷ കൊടുത്ത കുട്ടികൾ നിർബന്ധമായിട്ട് നാറ്റ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം. ഏപ്രിൽ 4 മുതൽ ജൂൺ 13 വരെ. എനിക്കൊന്ന് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു നടക്കുന്നത്. സാറ്റർഡേ ആണോ സൺഡേ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരാഴ്ചയിൽ 2 ദിവസങ്ങളാണ് നടക്കുന്നത്. അപ്പൊ വീക്കെൻഡിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇപ്പോഴേ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് പറയാം, കേരളത്തില് നിങ്ങൾ ആർക്കിടെക്ചറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിർബന്ധമായിട്ട് നാറ്റ കൂടി എഴുതണം. അപ്പോൾ കേരളത്തിന്റെ കീമിന്റെ അപേക്ഷ കൊടുക്കുമ്പോൾ ആർക്കിടെക്ചറിന് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. നാറ്റ പരീക്ഷ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. നാറ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. വീക്കെൻഡിൽ നടക്കുന്ന പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാം. ഏപ്രിൽ 4 മുതൽ ജൂൺ 13 വരെ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ആർക്കിടെക്ചർ കോഴ്സിന് വേണ്ടിയിട്ടുള്ള നാറ്റ പരീക്ഷ നടക്കുന്നത്. അപ്പൊ അപ്കമിങ് ഇപ്പൊ കീം ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി എല്ലാ പരീക്ഷകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പരീക്ഷയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ കമന്റിലേക്ക് വരിക. ഈ ഒരു വീഡിയോ പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളുടെ ഡേറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കലണ്ടർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്